എഴുന്നേക്കണ്ടായിരുന്നു. രാവിലെയൊക്കെ ആൾക്കാരും തിരക്കും ബഹളവും ഒക്കെ ആയതുകൊണ്ട് മോളോടൊന്നും ശരിക്കും സംസാരിക്കാനോ ശരിക്കും ഒന്നും കാണാനോ പറ്റിയില്ല. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ അങ്ങോട്ട് കണ്ടതല്ലേ, പിന്നെ സംസാരിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ. ഇപ്പോഴാണ് ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടിയത്. അതാ അമ്മ ഓടി ഇങ്ങോട്ട് വന്നേ. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ വയറ് നിറച്ച് കഴിച്ചായിരുന്നോ? അമ്മേ, പിന്നെ ഇതിനി മോളുടെയും കൂടെ സ്വന്തം വീടാ. വിശക്കോ എന്തെങ്കിലും ആവശ്യമുണ്ട് അടുക്കളയിൽ പോയി എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുകയോ ഉണ്ടാക്കി കഴിക്കുകയോ എന്ത് വേണേലും ചെയ്തോ. ഇതിനി മോളുടെയും കൂടെ വീടാ കേട്ടോ. ആ ശരി അമ്മേ. അല്ല മോളെ, ഈ സ്വർണ്ണമൊക്കെ എത്രയുണ്ട്? ഈ വന്ന അമ്മായി നമ്മുടെ ചെറിയമ്മ അവരൊക്കെ ഇല്ലേ, അവരൊക്കെ പറയുന്ന കേട്ട് 65 70 ഒക്കെ അത്രയൊക്കെ ഉള്ളെന്ന് പറയുന്ന കേട്ട്. ശരിക്കും എത്ര ഉണ്ട് മോളെ ഇതെല്ലാം കൂടെ? എല്ലാം കൂടി 105 പവൻ എന്തുകൊണ്ടമ്മേ? അത്രയുണ്ടോ? കണ്ട, പക്ഷെ അത്ര പൊലിമയൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഇതൊന്നും അങ്ങനെ ഊരി ഇപ്പോഴേ വെക്കണ്ട, എല്ലാവരും പോട്ടെ, രാത്രി കിടക്കാൻ നേരം ഊരിയാൽ മതി കേട്ടോ. ആ ശരി അമ്മ. രാത്രി ആയിട്ട് വേണം ഇതെല്ലാം കൂടെ ഊരിയെടുക്കാൻ. കാറിൻ്റെ ലോണ്, വീടിൻ്റെ ലോണ്, എന്തുമാത്രം കടോ. ആദ്യമായിട്ടാണ് മകനെ കൊണ്ട് ഇങ്ങനൊരു ഗുണം ഉണ്ടായത്. അല്ലെങ്കിൽ ആൺപിള്ളേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവുള്ളൂ. എൻ്റെ പെൺകൊച്ചുങ്ങൾ അറിഞ്ഞ് ഞാൻ എന്തോ ചെയ്തു. എന്നാൽ ശരി മോളെ, മോള് ഇവിടെ ഇരുന്നോ. അമ്മ അങ്ങോട്ട് പോട്ടെ, അവിടെ ചെല്ലട്ടെ. അവിടെ ബന്ധുക്കാരൊക്കെ നിൽക്കുമല്ലോ, അവരൊക്കെ പോയില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നോ കേട്ടോ. ശരി മോളെ. എന്നാൽ